നമസ്കാരം. സൗദി അറേബ്യ വിചാരിച്ചാൽ എന്താണ് ചെയ്യാൻ കഴിയുക? അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ കൈവിട്ട് ഇറാനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സൗദി അറേബ്യ തയ്യാറായാൽ അതിന്റെ നഷ്ടം അവർക്ക് തന്നെയാണ്. സൗദി അറേബ്യയുടെ പക്കൽ ആയുധമുണ്ടോ? സമ്പത്തുണ്ടോ? അവർക്ക് സൈന്യമുണ്ടോ? എന്തായാലും ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ സംശയങ്ങളാണ്, ചിലരുടെയൊക്കെ വിവരക്കേടുകളാണ്, ചിലർ ട്രോളാൻ വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ ഉന്നയിക്കുന്നത്. സൗദി അറേബ്യ ഏഷ്യയിലെ 5ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. 3ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് 11.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് സൗദി പുറകിലുള്ളത്. അത്ര വലിയ രാജ്യമാണ്. കൂടുതലും വിജനമായിട്ടുള്ള പ്രദേശമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജനസംഖ്യയൊന്നും സൗദി അറേബ്യയിലില്ല. 5% മാത്രമാണ് സൗദിയുടെ ജനസംഖ്യ. എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ ചിലരൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ സൗദിയുടെ സമ്പത്തിലാണ് അമേരിക്ക നിലനിൽക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സൗദിയെ സഹായിക്കാമെന്ന് പറഞ്ഞ് അമേരിക്ക സൗദിയിൽ നിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തികം ഊറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. എണ്ണയായിട്ടും അത് പണമായിട്ടും സ്വർണമായിട്ടും ഒക്കെ സൗദിയിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അമേരിക്കക്ക് സൗദി അറേബ്യയെ ഒരു ഘട്ടം വന്നപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞോ? ഒരിക്കലും അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യമനിലെ ഹൂത്തികളുമായി സൗദി അറേബ്യ ഒരു യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞ അമേരിക്ക പാതി വഴിയിൽ സൗദിയെ ഉപേക്ഷിച്ചു പോയതാണ് ചരിത്രം. ഇപ്പോഴും അമേരിക്ക ഹൂത്തികൾക്ക് മുന്നിൽ പതറുന്ന കാഴ്ച നമുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ പുറത്തു വന്ന വാർത്ത അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കനെ ഇവിടെ ഹൂത്തികൾ ആക്രമിച്ചു എന്നുള്ളതാണ്. അമേരിക്ക പറഞ്ഞത് ഒന്നും പറ്റിയിട്ടില്ല എന്നാണ്. പക്ഷേ ആ കപ്പലിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അത്ര ശക്തമായ ആക്രമണം ആ കപ്പലിൽ ചെന്ന് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. എന്തായാലും ഞാനിവിടെ അമേരിക്കയും സൗദിയും തമ്മിലുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ സൗദിയെ അമേരിക്ക സഹായിക്കാമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സാഹചര്യം, ഇവിടെ സൗദിയെ ചതിച്ച വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. എന്തായാലും സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർ വൻ സാമ്പത്തിക ശക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയേക്കാൾ വലിയ സാമ്പത്തിക ശേഷി സൗദി അറേബ്യക്കുണ്ട്. 1938 എണ്ണശേഖരം സൗദി അറേബ്യയിൽ കണ്ടെത്തുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം ഉള്ളത് സൗദി അറേബ്യക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ വാതക ശേഖരം ഉള്ളത് സൗദി അറേബ്യക്കാണ്. ഇത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് നിരവധി രാജ്യങ്ങളുമായി സൗദി അറേബ്യ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ രാജ്യങ്ങളുടെ പേരുകൾ ഓർക്കുമ്പോഴാണ് ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ ഞെട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് യമനുമായി സൗദി അറേബ്യ അതിർത്തി പങ്കിടുന്നുണ്ട്, ഇറാഖുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, ഇറാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, ബഹ്റൈനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, ജോർദാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, നിരവധി രാജ്യങ്ങളുമായി UAE-യുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അതായത് ഇവിടെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ വലിയ ഒരു വിഭാഗം ഇവിടെ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാഖിൽ നിന്നുള്ള ആക്രമണങ്ങൾ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ബഹ്റൈനിൽ പുതിയ ഒരു ഗ്രൂപ്പ് ഇറാൻ അനുകൂലിക്കുന്ന ഒരു രാജ്യമാണ്. പുതിയൊരു ഗ്രൂപ്പ് ഇപ്പോൾ ഇറാൻ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ പല സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിരവധി രാജ്യങ്ങൾ, ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ഒക്കെ നിലപാടെടുക്കുന്ന നിരവധി രാജ്യങ്ങളുമായി സൗദി അറേബ്യ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, സായുധ സംഘങ്ങൾ, ഇവർക്ക് സഹായം എത്തിക്കാൻ സൗദിക്ക് നിഷ്പ്രയാസം കഴിയും. തീർച്ചയായും ഇന്ന് ആയുധങ്ങൾ എത്തിക്കാനോ സഹായങ്ങൾ എത്തിക്കാനോ കഴിയാത്ത ഒരവസ്ഥയില്ല. എങ്കിൽ കൂടെ ഒരു പ്രശ്നം നേരിടുമ്പോൾ സൗദി അറേബ്യക്ക് ശക്തമായി ഇവരെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ സൗദിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കയെ കെട്ടുകെട്ടിക്കണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ പോരാളികളുമായി സൗദി അറേബ്യ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ സൗദി അറേബ്യക്ക് അത് നിഷ്പ്രയാസം കഴിയും. സാമ്പത്തികമായി സൗദി ഒട്ടും പുറകിലല്ല, വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഓരോ ദിവസം കഴിയും തോറും സൗദി പുരോഗതിയുടെ പാതയിലാണ്. അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇവിടെ അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ പിൻവലിച്ചാൽ അമേരിക്ക തകരും, സൗദി അറേബ്യ വീണ്ടും മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ പണം കൊണ്ട് പലതും ചെയ്യാൻ സൗദി അറേബ്യക്ക് കഴിയും. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളെ സഹായിക്കാൻ കഴിയും. ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളെ സഹായിക്കാൻ കഴിയും, ആയുധങ്ങൾ എത്തിക്കാൻ കഴിയും, സാമ്പത്തികമായും സഹായിക്കാൻ കഴിയും. സൗദി അറേബ്യയിലെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഇതൊക്കെ അമേരിക്കയെയും ഇസ്രായേലിനെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വിമർശിക്കുന്ന ആളുകൾ, സൗദിയെ കളിയാക്കുന്ന ആളുകൾ, സൗദിയെ ട്രോളുന്ന ആളുകൾ, തീർച്ചയായും അത്തരത്തിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഒന്നും വേണ്ട. അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനി ഒരിക്കൽ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് എൻ്റെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എന്നെ സഹായിക്കണേ എന്നായിരുന്നു ആ പ്രാർത്ഥന. എന്തായാലും ഇവിടെ സൗദി അറേബ്യ വിചാരിച്ചാൽ
രണ്ടാലൊരു ഉമറിന്റെ സ്ഥാനത്തേക്ക് സൗദി അറേബ്യക്ക് വരാൻ കഴിയും. സൗദി നേരായ വഴിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, നേരായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, പലസ്തീനെ സഹായിക്കാൻ, ഇവിടെ ഇസ്രായേലിനെതിരെ നിലനിൽക്കാൻ, ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താൻ സൗദിക്ക് കഴിയും. അതിനുള്ള ശേഷിയും സാമ്പത്തികവും മറ്റെല്ലാ നിലക്കുമുള്ള കഴിവും സൗദി അറേബ്യക്കുണ്ട്. ആരും ആ കഴിവിനെ കുറച്ചു കാണേണ്ടതില്ല. സൗദി അറേബ്യ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതനം അത് ഏറെക്കുറെ അടുത്തെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.